കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് അവക്കാഡോ കഴിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ആ 2 സീഡായിരുന്നു കേട്ടോ അതിൻ്റെ ആ കുരു. അപ്പോൾ ഞാനതെടുത്ത് കുറച്ച് ദിവസമൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ പിന്നെ പതുക്കെ അതെടുത്ത് വെച്ചിട്ട് കാര്യമില്ല, നമുക്ക് കുഴിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പുതിനയുടെ ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടു. പിന്നെ ഞാനങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. പുതിനയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ അതിനും വെള്ളം കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു തൈ അതിൻ്റെ ഉള്ളിൽ മുളച്ച് നിൽക്കുന്നു. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മയേ ഉണ്ടായിരുന്നില്ല കേട്ടോ കുഴിച്ചിട്ടിട്ടുള്ള കാര്യം. അത് അവക്കാഡോയാണെന്ന് മനസ്സിലാക്കാനുള്ള കാരണം അവക്കാഡോൻ്റെ സീഡ് അങ്ങനെ തന്നെ അതിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടിഭാഗത്ത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് മനസ്സിലായി അവക്കാഡോ തന്നെയാണെന്ന്. എന്തായാലും ഇവനെ ഈ ഗ്രോ ബാഗിൽ വളർന്നത് ശരിയല്ല. കുറച്ചും കൂടി നല്ല വലിയ മരമൊക്കെ ആവുന്നൊരു ചെടിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവനെടുത്തിട്ട് വേറൊരു സ്ഥലത്ത് കുഴിയൊക്കെ കുഴിച്ചിട്ട് അങ്ങനെ നട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഹാപ്പിയായി. നിങ്ങളൊക്കെ വീട്ടിൽ അവക്കാഡോ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സീഡ് കളയാണ്ട് വെറുതെ ഒന്ന് കുഴിച്ചിട്ട് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അടുത്ത കാര്യം. പക്ഷെ നമുക്കൊന്ന് കുഴിച്ചിട്ട് ആ ചെടിയൊക്കെ ഉണ്ടായി കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ.